ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 ഏപ്രിൽ മാസ ഫലമാണ്. അത് മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിന്റെ 3, 4 പാദങ്ങളും തിരുവാതിരയും പുണർത്തിന്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം രാശിയുടെ 12ാം ഇടം, അതായത് അനിഷ്ടത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാശ്യാധിപനാകട്ടെ തന്റെ നീചരാശിയിലും സ്ഥിതി ചെയ്യുന്നു, ഏറ്റവും ബലം കുറഞ്ഞു. അപ്പോൾ കണ്ടകശനി ആരംഭിച്ചിരിക്കുന്ന സമയവും കൂടിയാണ്. പല കാര്യങ്ങൾക്കും മുൻപ് ഇല്ലാതിരുന്ന രീതിയിൽ ശ്രദ്ധ ആവശ്യമാണ്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ദൈനംദിന ജീവിതത്തിൽ ശ്രദ്ധ ഏപ്രിൽ മാസത്തിൽ അങ്ങേയറ്റം ആവശ്യമാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. അതുപോലെ തന്നെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരിക്കുന്നതാണ്. രാശിയുടെ, അതായത് മിഥുനം രാശിയുടെ പ്രധാനമായിട്ടും കണ്ടകശനി ആരംഭിച്ചിരിക്കുന്നു. അത് 2.5 വർഷത്തേനാണല്ലോ. അപ്പോൾ പലതരത്തിലും നോക്കുമ്പോൾ കണ്ടകശനി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഭയവും പേടിയും നാശത്തിലേക്കാണല്ലോ എന്നുള്ള ഒരു ചിന്തയും ഒക്കെ വരാം. എന്നാൽ അത് ശ്രദ്ധാപൂർവം മനസ്സിലാക്കിയാൽ കണ്ടകശനിയിൽ പല നേട്ടങ്ങളും ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. അതായത് 5 കൊല്ലം കൂടുമ്പോൾ ഉള്ളതാണ് കണ്ടകശനി, 2.5 കൊല്ലത്തെ. നിരവധി ആൾക്കാർക്ക് ഈ കണ്ടകശനി കാലത്ത് അത്ഭുതകരമായ രീതിയിൽ തൊഴിൽ നേട്ടങ്ങളും വിജയങ്ങളും സാമ്പത്തിക അഭിവൃദ്ധിയും ഒക്കെ വന്നു ചേരും. അതുപോലെ വിവാഹം വന്നു ചേരും. അതിന് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ശനിപ്രീതികരമായ കാര്യങ്ങൾ ചെയ്യുക. ശാസ്താവിന് നീരാഞ്ജനം കഴിക്കുകയോ എള്ളുതിരി കത്തിക്കുകയോ, ദിവസവും വീട്ടിൽ നിന്ന് ക്ഷേത്രത്തിൽ പോയി ചെയ്യാൻ പറ്റാത്തവർക്ക് സ്വന്തം വീട്ടിൽ തന്നെ വേണമെങ്കിൽ എള്ളുതിരി കത്തിക്കുകയോ ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ ശാസ്താവിനെ പ്രാർത്ഥിക്കുന്നതും ഉത്തമമാണ്. കൂടാതെ ശനിയാഴ്ച വ്രതങ്ങളൊക്കെ എടുക്കുന്നത് വളരെ നല്ലതാണ്. ശനി കണ്ടകശനി ആയാലും ശനി ദശാകാലമായാലും ശനിയുടെ അപഹാരമായാലും പാരമ്പര്യമായ കാര്യങ്ങൾക്ക് കൂടുതൽ അഭിവൃദ്ധികൾ വന്നു ചേരും. പാരമ്പര്യമായ സ്വത്ത് കിട്ടുക, അത് ജീവിത പങ്കാളിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ടോ സ്വന്തം കുടുംബവുമായി ബന്ധപ്പെട്ടോ ഒക്കെ വരാം. നഷ്ടപ്പെട്ട ഭൂമിയോ സമ്പത്തോ ഒക്കെ തിരിച്ചു പിടിക്കുവാനും ആകും. അതിന് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ശനി അധ്വാനത്തിന്റെയും സേവനത്തിന്റെയും ഗ്രഹമാണ്. സേവന രംഗത്ത്, അധ്വാന രംഗത്ത് വളരെ ശ്രദ്ധയോടുകൂടി നിൽക്കണം. അത് സത്യസന്ധമായിരിക്കണം, അലസത പാടില്ല. ഏതെങ്കിലും തരത്തിലുള്ള വിഘടനവാദപരമായ കാര്യങ്ങൾ, മറ്റുള്ളവരെ തകർക്കാം, അല്ലെ പറ്റിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും കുറുക്കു വഴികളിലൂടെ ധനം നേടാം എന്ന് വിചാരിച്ച് ചിന്തിക്കുമ്പോൾ അലസത വന്നു പെടുന്ന ഈ കാലത്ത്, അതായത് ശനി ബാധിച്ചു കഴിഞ്ഞാൽ അലസത വന്നുവിടും. അലസത വന്നുവിടുന്ന ഈ കാലത്ത് കുറുക്കു വഴികളെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു സമയമാണ്. അങ്ങനെ പോയാൽ വലിയ വലിയ നഷ്ടങ്ങളും മാനാപമാനങ്ങളും അവിഖ്യാതികളും ധനനഷ്ടവും ആരോഗ്യ നഷ്ടവും ബന്ധങ്ങൾ മുറിഞ്ഞു പോവുകയും ഒക്കെ ചെയ്യുവാൻ സൂചനയുണ്ട്. ആയതിനാൽ ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വളരെ കൃത്യനിഷ്ഠയും സത്യസന്ധതയും, ഇന്ന് ചെയ്യേണ്ട കാര്യം ഇന്ന് ചെയ്യുകയും നാളത്തേന് മാറ്റിവെക്കാതിരിക്കുകയും നല്ല സുഹൃത്തുക്കളെ കണ്ടെത്തി കൂടെ നിർത്തി പ്രവർത്തിച്ചാൽ വിജയിക്കുവാനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്കും അപ്രകാരം തന്നെയാണ്. അലസത വന്നുവിടാം, പക്ഷേ
അലസത മാറ്റിവെച്ച് ഉന്മേഷത്തോടുകൂടി പഠനത്തിനിരുന്നാൽ ഉന്നതമായ മാർക്ക് വാങ്ങിച്ച് നല്ല രീതിയിൽ പരീക്ഷകളും ഇന്റർവ്യൂകളും ഒക്കെ പാസ്സായി ജോലിക്ക് പ്രവേശിക്കുവാനായിട്ട് സാധിക്കും. അതിന് സംശയമില്ല. എങ്ങനെയെങ്കിലുമൊക്കെ ദൈവാധീനം കൊണ്ട് വന്നോളും എന്ന് കരുതി കുറച്ച് പ്രാർത്ഥിച്ചിട്ട് മാത്രം കാര്യമില്ല. സേവനത്തിന്റെ ഗ്രഹമാണ് സേവനം. അത് നമ്മൾ പ്രയത്നിക്കേണ്ടത് പ്രയത്നിക്കുക കൂടി ചെയ്യണം. ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യസമ്പൂർണമായ കുടുംബജീവിതം നയിക്കുവാൻ ഈ ഏപ്രിൽ മാസത്തിൽ യോഗമുണ്ട്. കുടുംബത്ത് ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിമിതമായി ചുരുങ്ങി ഐക്യം നിലനിർത്തുവാനായിട്ട് സാധിക്കും. തൊഴിൽ പുരോഗതി വന്നു ചേരുവാനായിട്ടും യോഗമുണ്ട്. അത് സ്വന്തം നാട് വിട്ട് നിൽക്കുന്നവർക്ക് ഏറ്റവും അഭിവൃദ്ധിയുടെ കാലമാണ്. വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അഭിവൃദ്ധിയുടെ ഒരു സമയമാണ്. വന്നു ചേരുന്ന അവസരം തട്ടിത്തെറിപ്പിച്ച് കളയരുത്. വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. അപ്പോൾ സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരും. സ്വന്തമായിട്ട് ഒരു ഗൃഹമില്ലാത്തവർക്ക് ഒരു ഗൃഹത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കാനായിട്ട് അധിക കടബാധ്യതകൾ വരാതെ ഉള്ളത് കൊണ്ട് ഒക്കെ പണി ആരംഭിച്ചാൽ അപ്രതീക്ഷിതമായ ധന ആഗമന യോഗവും ഉണ്ടാകും. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ പൊതുവെ നല്ല ഒരു സമയം. ഏറ്റവും പ്രധാനമായിട്ട് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഒക്കെ വളരെ ഉത്തമമാണ്. എല്ലാവർക്കും ഐശ്വര്യ സമ്പൂർണവും സമ്പൽ സമൃദ്ധവുമായ വിഷു ആശംസകൾ.